മുരളീധരൻ പറഞ്ഞ ആ ഭാവത്തെ ഏറ്റുപിടിക്കുകയാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ഞാനാണ് ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ ഞാനാണ് ഉത്തരവാദി എന്ന് പറയാൻ വേണ്ടിയും 2026 മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഞാനിവിടെയുണ്ട് എന്ന ഭാഷയിലുമല്ലേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്? ആ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വന്ന വിവിധ നേതാക്കൾ, വിവിധ ഇടങ്ങളിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ ഇതിൻ്റെ പരാജയം KPCC പ്രസിഡന്റിന് ഉത്തരവാദിത്വമില്ല, പ്രതിപക്ഷ നേതാവിനാണെന്ന് പറയുമ്പോൾ വിജയത്തിന് ഉത്തരവാദിത്വവും തനിക്കാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ എന്ന ഭാവത്തിൻ്റെ പ്രകടനമായിരുന്നോ പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത്? ഈ അമിതാത്മവിശ്വാസത്തിന്റെ കാരണം എന്താണ് റിജിൽ? ഡോക്ടർ അരുണേ, ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം തന്നെയാണ്. അത് പ്രതിപക്ഷ നേതാവിനായാലും KPCC പ്രസിഡന്റിനായാലും ഒരേ ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സെഞ്ചുറി തകർക്കും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാണ് തൃക്കാക്കര വന്നത്. എന്തായി നമുക്കറിയാം. സ്ഥാനാർത്ഥിനെ ഇപ്പോൾ എവിടെയുള്ളത്? പിന്നെ പുതുപ്പള്ളി പിടിക്കാൻ പുതിയ ആളെയും കൊണ്ടുവന്നു. എന്തായി സംഭവിച്ചത്? അത് ഇവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജോറാണേ എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ വരും. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞാൽ അത് UDF ആണ്. ഈ പാലക്കാടും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന വളരെ കൃത്യമായ രൂപത്തിലുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇത് പാലക്കാട് UDFൻ്റെ മണ്ണാണല്ലോ. ഞങ്ങൾ 13 വർഷക്കാലമായി ഇവിടെ MLA ഇവിടെ ഷാഫി പറമ്പിലാണ്, കോൺഗ്രസിൻ്റെ UDFൻ്റെ MLA ആണ്. തീർച്ചയായും ആ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പരിസരം ഇവിടെ ഉണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരായി, ഈ രാജ്യത്ത് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരായി, അവരുയർത്തിക്കൊണ്ടുവരുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ പാലക്കാട് നടക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ നാട്ടിനകത്തെ ജനങ്ങൾ BJPക്കെതിരായി ഉണ്ടാകുമെന്ന സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല. BJP എന്തെല്ലാം തരത്തിലുള്ള പ്രചാരവേല നടത്തി മുമ്പോട്ട് പോയാലും സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ, പ്രത്യേകിച്ച് കള്ളപ്പണത്തിന് നേതൃത്വം കൊടുത്ത് കുഴൽപ്പണ വീരനായി ആ കുഴൽപ്പണത്തിൻ്റെ കീഴിൽ ഇരുന്ന് അവിടെ ഇരുന്ന് ഈ രാഷ്ട്രീയം പറയുന്ന സുരേന്ദ്രനെ കുറിച്ച് പാലക്കാട് ജനതയ്ക്ക് നന്നായിട്ട് അറിയാം. ആ സുരേന്ദ്രൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയല്ല, അല്ലെങ്കിൽ BJP ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയല്ല ഈ ആദ്യഘട്ടത്തിൽ ഇവരുടെ ആളുകൾ പറഞ്ഞ സ്ഥാനാർത്ഥിയല്ലല്ലോ പാലക്കാട് വന്നതെന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലക്സ് ഉൾപ്പെടെ കത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ BJP കിടക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ രാഷ്ട്രീയ നിലപാട്? അവർ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കാലുമാറി വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ കാലാകാലം പാലക്കാട് മത്സരിച്ചൊരു മണ്ഡലം, ഷാഫി പറമ്പിൽ വരുന്നതിന് മുമ്പ് MLA ഉണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ്. ആ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയതിന് കാരണമാണ് അവർ അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ട് തള്ളപ്പെട്ടു പോയി? NM കൃഷ്ണദാസിനെ പോലെയുള്ള CPMന്റെ ഉന്നതനായ നേതാവ്, 2 തവണ പാർലമെന്റ് നേതാവ് ഇവിടെ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ആ രൂപത്തിലെ സംഘടനാപരമായ അപജയം അവർക്ക് ഉണ്ടായത് എന്ന് അവർ പരിശോധിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഈ തിരഞ്ഞെടുപ്പിൽ സരിനോടൊപ്പം നിലയുറപ്പിച്ചത്. പക്ഷേ അതേസമയം നിങ്ങളുടെ നിലയോ 12 പേരാണ് ഒറ്റയടിക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ കോൺഗ്രസ് പക്ഷത്തിൽ നിന്ന് CPM പക്ഷത്തേക്കോ ഇടതുപക്ഷത്തേക്കോ മാറിയത്. ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്ര കൂട്ടത്തോടെ, അതും ജില്ലയിലൊക്കെ ചിലയിടങ്ങളിൽ നിർണായക സ്വാധീനശേഷിയുള്ള ചില നേതാക്കൾ കൂടുമാറിയ ചരിത്രമുണ്ടോ റിജിൽ? എൻ്റെ അരുണെ, ഈ മഴ പെയ്യുമ്പോൾ പൊടിയുന്ന ഈയാമ്പാറ്റകളെ പോലെ കുറച്ച് ആളുകൾ പോയി എന്നുള്ളതല്ലാതെ പാർട്ടിക്ക് ഒരു കരുത്തുമില്ല. ആളുകളെല്ലാം വരുന്നു. ഞങ്ങൾക്കറിയാം. നിങ്ങളും മാധ്യമങ്ങളും ഇവർ ഉണ്ടാക്കി വെച്ച ബലൂണ്. അതെ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് KS ജില്ലാ പ്രസിഡന്റുമാർക്ക് ഇതിനകത്ത് KP അനിൽകുമാർ പാർട്ടി വിട്ടു പോയിട്ടില്ലേ? സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി. എന്നിട്ട് എന്തായി? അതിനുശേഷമല്ലേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്നത്? എന്നിട്ടെന്താ ഞങ്ങൾ ജയിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനകത്ത് ഒരു ചെറിയതായ കോട്ടം വരുത്താൻ ഈ പോയവർക്കാർക്കും ഇവർ സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാലക്കാട് നടക്കാൻ പോകുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയപരമായി CJP എന്ന് പറയുന്ന കൂട്ടുകെട്ട് ഈ പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ അന്ത്യവും അതിന്റെ അന്ത്യകൂദാശയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ പാലക്കാട് വരാൻ പോവുകയാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ് പ്രതിപക്ഷ നേതാവിനെ നയിച്ചത്. ആ ഒരു കോൺഫിഡൻസ് ആണ് എന്നല്ലേ VD സതീശൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക റിജിൽ?
തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. KPC പ്രസിഡന്റ് ഇടപെട്ടിട്ടുണ്ട്. ഇന്നും KPC പ്രസിഡന്റ് ആണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ കൊട്ടിക്കലാശം നയിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് KPC പ്രസിഡന്റ് ആണല്ലോ. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ സംവിധാനത്തിനകത്ത് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിലെ. നിങ്ങൾക്കറിയാം ഷെയറുനെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാലോ, അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്നത് എന്നറിയാലോ. അദ്ദേഹം ഇന്നലെ നടത്തിയ സമര പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്ന ആളാണല്ലോ. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ഞങ്ങൾ ഇന്നലെ പൊട്ടിമുളച്ച മടക്ക് പെയ്ത തകരയോ അല്ലെങ്കിൽ ഓട് പൊളിച്ച് വന്നവരൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിലെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനകത്ത് തന്റേതായ ഇടപെടൽ ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ പാലക്കാട് അവതരിപ്പിച്ചിരിക്കുക. ആ രാഹുലിനെ കോൺഗ്രസിന് ഈ പാലക്കാട് മണ്ഡലത്തിൽ പറയാൻ എന്തുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് സതീശൻ, ഷാഫി, രാഹുൽ മാങ്കോട്ടത്തിൽ ത്രയമെന്ന് സരിൻ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ ഞാൻ ഷാഫി പറമ്പിൽ ആരാ? ഷാഫി പറമ്പിൽ ഞങ്ങളുടെ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവല്ലേ? കേരളത്തിലെ കോൺഗ്രസിന്റെ യുവജന രാഷ്ട്രീയത്തിലെ ഇതുപോലെ ക്രൗഡ് പുള്ളറായ നേതാവ് ഈ ഷാഫി പറമ്പലിന്റെ അടുത്ത് വെക്കാൻ ഈ പറയുന്ന DYFIക്കാർ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ? ഷാഫിയുടെ അടുത്ത് വെക്കാൻ ആ ചെറുപ്പക്കാർ എന്താ തെറ്റ്? Debate with Dr. Arun Kumar.